അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനത്തിന്റെ 21ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അപേക്ഷ പോലെ തന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് നമുക്ക് പറയാം. ചോദ്യത്തിന്റെ ഭക്തിയിൽ നമുക്കൊരു അപേക്ഷ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ പോകുന്നത്. അതായത് ദഫ്കളി വളരെ ജനകീയമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വളരെ പ്രമുഖമായ ടീമുകൾ, വലിയ വലിയ യുവ സമൂഹം, വളരെ എഡ്യൂക്കേറ്റഡ് ആയ നല്ല ഒരു കലാവിംഗ് തന്നെ ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ മത്സരത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ നിസ്കാരത്തിന്റെ കാര്യം ഉസ്താദ് ഓർമ്മിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്. ദഫ് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അവതാര കലയാണ്. ഈ അവതാര കല അവതരിപ്പിക്കുന്നതിലൂടെ പുണ്യ നബിയുടെ പരിശുദ്ധമായ സാമീപ്യവും അവിടുത്തെ പൊരുത്തവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സുന്നത്തായ ഒരു കർമ്മം എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിസ്കാരം എന്നുള്ള നിർബന്ധമായ ബാധ്യതയ്ക്ക് ഓട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഇതിന്റെ പിന്നിലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇത് കാരണമോ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. നിർബന്ധമായ ബാധ്യതകൾ പൂർണ്ണമായി നമ്മൾ പാലിക്കപ്പെട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് സുന്നത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക എന്നുള്ള അടിസ്ഥാനം ഇതിന്റെ പ്രവർത്തകർ മനസ്സിലാക്കുക എന്നാണ് ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഓരോ നാടുകളിൽ ചെല്ലുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങളും എല്ലാം മാതൃകാപരമായിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ തന്നെ നമ്മളൊക്കെ ഹബീബായ ഇതിന്റെ റിസ്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പുണ്യകർമ്മമായിട്ടുള്ള അവിടുത്തെ പരിശുദ്ധമായ അവദാന കലയാണ്. ഇത് പുണ്യ നബിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം ഞാൻ നേടിയെടുക്കാനാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ എത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാന തത്വങ്ങളിൽ നമുക്ക് എത്രത്തോളം ഇൻക്ലൂഡ് ആവാൻ പറ്റുമോ അത്രയും നമ്മൾ വിജയികളായിട്ട് ഇതിലൂടെ നമുക്ക് പരിവർത്തനത്തിന് നമ്മൾ വിധേയമായിക്കൊണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ നൂറ് കൊണ്ട് തജല്ലിയാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പറയും. നമുക്കറിയാം, ഞാനൊരു പരിശീലകനാണ്, വിധികർത്താവാണ്, ഇതിന്റെ എഴുത്തുകാരനാണ്, ഇതിന്റെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിലൂടെ നമുക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിയുന്നതാണ്. ദഫ്കളിയിലൂടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുമെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തായാലും അള്ളാഹു ഹബീബിനെ നമുക്ക് കാണിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.